1925 ജനിച്ച് 1965 ഒരു സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരനായ ഒരു വ്യക്തിയെ നാം ഇന്ന് പരിചയപ്പെടുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുകയും ധാരാളം സഞ്ചരിക്കുകയും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സൈന്യത്തിൽ എയർഫോഴ്സിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ നാം ഇന്ന് പകൽക്കാലം പരിചയപ്പെടുകയാണ്. ആഞ്ഞിലിത്താനം സ്വദേശിയായ കവിയൂർ സ്വദേശിയായ പ്രിയപ്പെട്ട എൽഡർ സി ശമുവേൽ അപ്പച്ചൻ, അദ്ദേഹത്തെ നാം ഇന്ന് പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ കഥകൾ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന് ദൈവം നൽകിയ വെളിച്ചം, ആ ദർശനം, അതൊക്കെ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാനും കേട്ടറിയുവാനും കടന്നു പോവുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അപ്പച്ചനെ നമുക്ക് പരിചയപ്പെടാം. എൽഡർ സി ശമുവേൽ. പ്രിയ അപ്പച്ചന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവന്ദനം, സ്വാഗതം. 2024 ജനുവരി 1-ാം തീയതി 100ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചു. 24 ജനുവരി 1-ൽ 100ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചു. 1925 ജനിച്ചത്. 1965 സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് വിശ്വാസത്തിൽ കടന്നു വരുന്നത്. അപ്പച്ചന്റെ ആദ്യകാല അനുഭവങ്ങൾ, അതായത് ജനിച്ച സാഹചര്യം, മാതാപിതാക്കൾ, കുടുംബ പശ്ചാത്തലം, വിശ്വാസം, ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ജനിച്ച സാഹചര്യമൊന്നും ഞാൻ സെവൻത് ഡേക്കാരനായിട്ട് അല്ല ജനിച്ചത്. അതെ, ജനിക്കുന്ന സമയത്ത് വിശ്വാസപരമായിട്ട് വിശ്വാസമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞുകൂടാ, ദൈവമില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. അതായത് 925 കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് ദൈവവിശ്വാസം തീരെ ഇല്ലാതിരുന്നു എന്നാണോ? മനുഷ്യർക്കെന്ന് പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യമേ പറയുന്നുള്ളൂ. 925 25 പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ്. 25 ഞാൻ ജനിച്ചതാണ്. അതെ. അത് കഴിഞ്ഞിട്ട് ആ ജനിച്ച സാഹചര്യം എന്ന് പറയുന്നത് വളരെ പ്രയാസവും പട്ടിണിയൊക്കെ അനുഭവിച്ചൊരു സാഹചര്യത്തിലാണ് ജനിച്ചത്. പിന്നെ വിശ്വാസപരമായിട്ട് എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ പള്ളിയിലൊക്കെ പോകുമായിരുന്നു, അല്ലാതെ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. എൻ്റെ ഉപ്പാപ്പൻ ഈ പെന്തക്കോസ്ത് സഭയിലെ ഒരു പാസ്റ്ററായിരുന്നു. ഉപ്പാപ്പൻ പാസ്റ്ററായിരുന്നത് പൂവക്കാല എന്ന് പറയുന്ന സ്ഥലത്തെ പെന്തക്കോസ്ത് പള്ളിയിലായിരുന്നു. കുക്ക് സാഹിബ് സ്ഥാപിച്ച പെന്തക്കോസ്തിൻ്റെ പള്ളിയായിരുന്നു. അവിടെ പോകുമായിരുന്നു. അവിടെ പോയാൽ അന്ന് ചെറുപ്പമായിരുന്നതുകൊണ്ട് അവിടെയുള്ള പാട്ടും കഥ പറച്ചിലും ഒക്കെ മാത്രം അറിയാം. മറ്റ് വിശ്വാസപരമായിട്ടുള്ള അതൊന്നും അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തൊരു പ്രായമായിരുന്നു. വളരെ വിശ്വാസത്തിന് വേണ്ടി വളരെ തീക്ഷ്ണതയോടെ മനുഷ്യർ നിന്ന സമയം. നമ്മുടെ ദേശത്ത് വ്യാപകമായിട്ട് വിശ്വാസത്തിൻ്റെ നല്ല പ്രവർത്തനമുണ്ടായിരുന്നു. ധാരാളം കൺവെൻഷൻസ്, കുഞ്ഞപ്പി ഉപദേശി, കൊച്ചുകുഞ്ഞ് ഉപദേശി, ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രഗത്ഭമതിയുള്ള ആളുകളൊക്കെ സുവിശേഷ വിലയൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. അവിടെ പോയിട്ട് അതിനുശേഷം ഞാൻ വന്നു. പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഈ പെന്തക്കോസ്തിലൊന്നും പോകാതെയായി. സ്കൂളിൽ പോകും, സ്കൂളിൽ പഠിച്ചു. 4ാം ക്ലാസ് കഴിഞ്ഞു, പ്രിപ്പറേറ്ററി ക്ലാസ് വന്നു. കവിയൂർ സ്കൂളിൽ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അന്ന് ഇവിടെയൊക്കെ ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ. മലയാളം എവിടെയെങ്കിലും ഒരു സ്കൂൾ കാണും, അത്രേ ഉള്ളൂ. അവിടെ പഠിച്ചു. 3rd ഫോം വരെ പഠിച്ചു. 3rd ഫോം എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിനേഷനാണ്. അത് എഴുതി കഴിഞ്ഞ് അവിടെ കവിയൂർ പ്രദേശത്തെങ്ങും സ്കൂളുകളില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരുവല്ലയിലെ SCS സ്കൂൾ, അന്ന് 2 സ്കൂളേ ഉള്ള ഈ സ്കൂള് തിരുവല്ലയിൽ, SCS സ്കൂൾ, അതുപോലെ MGM സ്കൂൾ. അപ്പോൾ ഈ കണിയാമ്പാറ എന്ന് പറയുന്ന സ്ഥലം, മുട്ടത്തുപാറ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത്, ആ സ്ഥലത്ത് നിന്ന് തിരുവല്ല SCS സ്കൂൾ വരെ എന്നും നടന്നാണ് പോവുക. ഏകദേശം രാവിലെ 5 കിലോമീറ്റർ രാവിലെ 8ാം സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് അവിടെ നടന്നാണ് അവിടെ ചെല്ലുന്നത്. അന്നത്തെ കാലത്ത് ഇവിടെ റോഡ് ടാറിട്ടതൊന്നുമല്ല, ബസ്സൊന്നുമില്ല, ബസ്സേ ഇല്ല. പിന്നെ എനിക്കാണെങ്കിൽ ഒരു ഷർട്ടും ഒരു മുണ്ടും ഒക്കെ ഉള്ളൂ. അതും കൊണ്ടാണ് രാവിലെ പോവുക. റോഡിൽ കൂടെ നടന്ന് അവിടെ ചെന്ന് ഇന്നത്തെ KSRTC ബസ്സിൻ്റെ അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അവിടെ നിന്ന് വെള്ളം കോരി കാലുമൊക്കെ കഴിയും, മുഖമൊക്കെ കഴുകി ക്ലാസ്സിൽ കയറിയിരിക്കും. അങ്ങനെ പഠിച്ച സാഹചര്യത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9ാം സ്റ്റാൻഡേർഡിലായി. ആ സമയത്ത് പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? അത് ഫാമിലിയല്ല, മറ്റ് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്കൂളിൽ പോകാൻ സാധിക്കാതെ വന്നു.
എൻ്റെ നിർബന്ധം കൊണ്ടല്ല, കുടുംബത്തിലും അല്ല, സ്കൂളിൽ പോകാൻ സാധിച്ചു. കുടുംബത്തിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? കുടുംബത്തിൽ ഫാദർ, മദർ, ഇളയ കുട്ടികൾ, 2 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടി, ഒരു പെങ്ങൾ, ഞങ്ങൾ 5 പേരായിരുന്നു. അപ്പോൾ അവർ കുട്ടികൾ പഠിക്കണം. ഫാദർ എന്തെങ്കിലും ജോലി ചെയ്യുന്ന? ഫാദർ സാധാരണ ജോലിയൊക്കെ തന്നെയായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഈ തിരുവല്ലയിൽ പഠിക്കുന്ന സമയത്താണ് 2ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധം ആരംഭിച്ചു, ഞങ്ങളുടെ പട്ടിണിയും ആരംഭിച്ചു. അപ്പോൾ ഈ സമയത്ത് 2ാം ലോക മഹായുദ്ധത്തിൽ കേരളത്തെയും ബാധിച്ചു. എല്ലാ ലോകത്തൊക്കെ, അതായത് ഫുഡ് സ്റ്റഫൊന്നുമില്ല, അരിയൊന്നും കിട്ടാതെയായി. ഗോതമ്പ് പലയിടത്തും കിട്ടുമോ എന്ന് ചോദിച്ച് അന്വേഷിച്ച് പോകണം. പട്ടിണി പല കുടുംബങ്ങളും അങ്ങനെയായിരുന്നു, ഞങ്ങൾ മാത്രമല്ല. അപ്പോൾ യുദ്ധമായി കഴിഞ്ഞാൽ പട്ടിണിയാവും. സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കൃഷിയിൽ നിന്ന് കിട്ടുന്ന കപ്പ, ചേമ്പ്, അതൊക്കെ അതുകൊണ്ടൊക്കെയാണ് ജീവിച്ചത്. അല്ല, പുറത്തുനിന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. പച്ചക്കറിയൊന്നും ആരും വാങ്ങിക്കില്ല. കൃഷി ഇതൊക്കെ എടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പഠിത്തം മുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് നിൽക്കാൻ തോന്നിയില്ല. പഠിക്കണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. തോൽക്കാതൊക്കെ പഠിച്ചു വന്നതാണ് ഈ പട്ടിണിയുടെ ഇടയിൽ. അങ്ങനെയായപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഈ റിക്രൂട്ടിങ്ങിൻ്റെ പരസ്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായി. സെക്കൻഡ് വേൾഡ് വാറിലേക്ക് ആളുകളെ എടുക്കുന്നു എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പെട്ടെന്ന് പറയാം, തിരുവല്ലയിൽ ചെന്ന് റിക്രൂട്ടിംഗ് ഓഫീസിൽ ചെന്ന് റിക്രൂട്ടിംഗ് ഓഫീസറെ കണ്ടപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി എന്നെ അടിമുടി നോക്കിയിട്ട് ചോദിച്ചു എന്താ പട്ടാളത്തിൽ ചേരാനാണോ? ഞാൻ തലകൊള്ളിക്ക് കാണിച്ചു. പറയാനൊരു മടി. ആ സമയത്ത് എത്ര വയസ്സ് പ്രായം കാണും? 16 വയസ്സ് ആയതേ ഉള്ളൂ. പട്ടാളത്തിൽ ചേരാനായിട്ട് പോകുന്ന സമയത്ത് അപ്പനും അമ്മയും ഒക്കെ അതിനോട് അനുകൂലമായിരുന്നു? അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ പറയാം. അവിടെ നിന്ന് പിന്നെ റിക്രൂട്ടിംഗ് ഓഫീസിൽ നിന്ന് ഇയാൾ വന്ന് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്ന് ഒരു ഓഫീസറും കൂടാണ് ഇറങ്ങി വന്നത്. അയാൾ നോക്കിയിട്ട് പറഞ്ഞു, അയാളും കയറിപ്പോയി. അപ്പോൾ ഈ ആദ്യം വന്ന ആൾ പിയൂണായിരുന്നു. അദ്ദേഹം വന്നിട്ട് എൻ്റെ വെയിറ്റ് എടുത്തു, ഹൈറ്റ് എടുത്തു, നോക്കിയിട്ട് പറഞ്ഞു ചേരാൻ പറ്റില്ല, വെയിറ്റ് ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞ അവിടെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ പിയൂൺ വന്ന് എന്നെ വിളിച്ച് നേരെ ഈ തെക്കേ കവലയ്ക്കുള്ള, അന്ന് അവിടെ ഇത് ഇപ്പോഴത്തെ പോലെ കെട്ടിടങ്ങളൊന്നുമില്ല, വെറും മാടക്കടകളുമൊക്കെയാണ്. ഒരു കടയിൽ ചെന്ന് നാരങ്ങ വെള്ളം പഴമൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ നിൽക്കുന്ന നല്ല പൂവും പഴങ്ങളൊക്കെ നല്ല മഞ്ഞിച്ച് നിൽക്കുന്നു. എനിക്ക് നല്ല വിശപ്പ്, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം കടക്കാരനോട് ചോദിച്ചത് എന്ത് വില? വില പറഞ്ഞു. 4 എണ്ണം ഇയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. 4 പഴം. അപ്പോൾ ഞാനോർത്ത് ഇത് എടുത്തുകൊണ്ട് പോകാനായിരിക്കും എന്നെ വിളിച്ചതെന്ന് വിചാരിച്ചു. അയാൾ പറഞ്ഞു കഴിച്ചോന്ന് പറഞ്ഞു. ആ 4 പഴം കഴിച്ചപ്പോഴത്തെ വലിയ ആശ്വാസമായി. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം തന്ന് കുടിച്ചു. തിരിച്ചെന്ന് വെയിറ്റ് എടുത്തപ്പോൾ ഇവർ പറഞ്ഞു ഓക്കെ ചേർക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പട്ടാളത്തിൽ ചേർന്നത്, ഒരു കൊച്ചുകുട്ടിയായിട്ട്. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നില്ല, ഇത് അപ്രൻറ്റിസ് കോഴ്സിനാണ് ഇവരെടുക്കുന്നതെന്ന് മനസ്സിലായില്ല. ബോയ്സ് നേവി, ബ്രിട്ടീഷ് നേവിയാണ്, ഇന്ത്യൻ നേവിയൊന്നുമല്ല, ബ്രിട്ടീഷുകാരുടെ ഭരണകാലമാണ്. അങ്ങനെ ഞാൻ വേഗം പറയാം, അവിടെ നിന്ന് നേരെ കവലയ്ക്ക് വന്ന് അന്നേരം തന്നെ പോവാണ് തിരുവനന്തപുരത്തിന്. അപ്പോൾ പുസ്തകം ഒരു കടയിൽ വെച്ചിട്ടാണ് പോയത്. കവലയ്ക്ക് വന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ അദ്ദേഹം വന്ന് പറഞ്ഞു, ഞാൻ ബസ് കയറ്റി ഇവിടെ വരികയാണ്, റിക്രൂട്ടിംഗ് ഓഫീസിലെ പിയൂണ്. അവിടെ വന്നിട്ട് ബസ് വരാൻ കാത്തു നിൽക്കുന്ന സമയത്ത് എനിക്കങ്ങ് വല്ലാത്തൊരു പ്രയാസമായി. അമ്മയെ കാണണമെന്ന് തോന്നി. അമ്മയ്ക്കറിഞ്ഞു, അമ്മ വിചാരിച്ചിരിക്കുന്നത് സ്കൂളിലേക്ക് വരുമെന്ന്. അമ്മയെ വളരെയധികം വ്യസനിക്കും. അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ കരയുന്നത്? താൻ തന്നെ വന്ന് പറഞ്ഞതല്ലേ ചേരണമെന്ന്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സ്കൂളിൽ പോരുന്നു എന്ന് പറഞ്ഞ് പോരുന്നതാണ് രാവിലെ, പിന്നെ അമ്മ കരയും, അത് ഓർത്താണ്. അയാൾ അല്പം നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇന്ന് താൻ വീട്ടിൽ പോ. വലിയ ആശ്വാസമാണ് എനിക്ക്. വീട്ടിൽ ചെന്നിട്ട് അമ്മയൊക്കെ കണ്ട് എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞിട്ട് നാളെ പൊക്കോ. നാളെ 5 മണിക്ക് മുമ്പ് തിരുവനന്തപുരം റിക്രൂട്ടിംഗ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്താൽ മതി, പോകാമെന്ന് പറഞ്ഞു. ഈ സന്തോഷമായി ഞാൻ ഓടി വന്നപ്പോൾ സന്ധ്യയാകുന്നു. പിന്നെ പുസ്തകം എടുത്തുകൊണ്ട് ഓടി നാട്ടുകട എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ വെള്ളമെല്ലാം കടന്ന് വീട്ടിൽ ചെന്നു.
വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചോദിച്ചു എന്താ മോനെ താമസിച്ചെന്ന്, വെള്ളം കിട്ടിയില്ലല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാനൊന്നും ഉണ്ടായിരുന്നു. ഒടുവിൽ വൈകിട്ട് ഭക്ഷണം കൊണ്ട് വയ്ക്കുമ്പോൾ അമ്മ പറഞ്ഞു കറി അത്രയൊക്കെ ഉള്ളു കഴിക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ ഇന്നോട് തന്നാൽ മതി. എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അമ്മ ഞാൻ പട്ടാളത്തിൽ ചേർന്നു. അത് നിന്നെ ആരാ പട്ടാളത്തിലെടുക്കുന്നു ചോദിച്ചു. ഈ മെലിഞ്ഞിരിക്കുന്ന കുട്ടിയെ പറഞ്ഞു ചേർന്നു. നേരാണോ? അമ്മ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അമ്മ കരയാൻ തുടങ്ങി, അച്ഛൻ കരയാൻ തുടങ്ങി, കുട്ടികളെല്ലാം കരച്ചിലായി, ബഹളമായി. പിറ്റേ ദിവസം പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് നിന്ന് നേരെ കറാച്ചിക്ക്. അന്ന് കറാച്ചി നമ്മുടെ പട്ടണമാണ്. യുദ്ധം നടക്കുന്ന സമയമാണ്. കറാച്ചി ബോയ്സ് ട്രെയിനിങ്, നേവൽ ബോയ്സ് ട്രെയിനിങ്ങിന് അവിടെ കൂടി. ട്രെയിനിങ് കഴിഞ്ഞ് ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ നേരെ സീനിയർ നേവിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ശമ്പളമില്ല, സ്റ്റൈപ്പൻഡ് മാത്രമേ ഉള്ളൂ. 23 രൂപയെ തരുള്ളൂ. അത് അവർ വാങ്ങിച്ച് ബാങ്കിലിടും, നമുക്ക് തരികയില്ല. അപ്പോൾ വീട്ടിലേക്ക് അല്പം പൈസ അയച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല. ഞാനൊരു ഓഫീസറെ കണ്ടു പറഞ്ഞു ഇപ്പം ഇന്നതുപോലാണ് സാഹചര്യം, അതുകൊണ്ട് എനിക്ക് ഇവിടെ വിട്ട് സീനിയർ നേവിയിൽ അല്ലെങ്കിൽ ചേർന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അയാൾ അവിടുത്തെ കമാൻഡിങ് ഓഫീസർ, ബ്രിട്ടീഷുകാർ വളരെ നല്ല മനുഷ്യരാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ ഓഫീസറോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഓൾറൈറ്റ് ലെറ്റ് ഹിം ഗോ പറഞ്ഞു. അദ്ദേഹം ഗവൺമെൻറ്റിൽ അറിയിച്ചിട്ട് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് എടുത്തു തന്നു. ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ എയർഫോഴ്സിൽ ചേർന്നു. സീനിയർ നേവി ചേരാൻ വേണ്ടി റിക്രൂട്ടിംഗ് ഓഫീസിൽ ചെന്ന് എഴുതിയപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ഞാൻ എളുപ്പം പറയുകയാണ്. അവിടെ GK പിള്ള എന്ന് പറഞ്ഞൊരു ഓഫീസറുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു എവിടെയെങ്കിലും വാ വിളിച്ചു. എന്ത് നീ നേവി പോകരുത് കേട്ടോ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ സാറേ, ഞാൻ നേവൽ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞാണല്ലോ, എളുപ്പമാണല്ലോ, പോകരുത്, യുദ്ധസമയമാണ്, കപ്പൽ കയറി കഴിഞ്ഞാൽ നീ തിരിച്ചു വരാൻ ഒക്കില്ല, നീ എയർഫോഴ്സിൽ ചേരണം. അങ്ങനെയാണ് ഞാൻ എയർഫോഴ്സിൽ ചേർന്നത്. എയർഫോഴ്സിൽ ചേർന്ന് 20 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. എയർഫോഴ്സിലെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സുഖമായിരുന്നു. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. പല സ്ഥലം എയർഫോഴ്സിൽ ഈ പറയുന്ന ആദ്യത്തെ ട്രെയിനിങ് ജലഹാലി എന്ന് പറയുന്ന സ്ഥലത്ത് ബാംഗ്ലൂരായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡറാബാദിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. പഠിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, സായിപ്പന്മാരാണ്. അവർ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്, ഇന്ത്യക്കാരൊന്നുമല്ല. എന്നെ പഠിപ്പിച്ചത് ഇംഗ്ലണ്ടിൽ ഒരു കോളേജ് അധ്യാപകൻ വീലർ എന്ന് പറയുന്നൊരു സായിപ്പാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ക്ലാസ്സിൽ ഒത്തിരി ഇന്ത്യൻസ് ആണോ? എല്ലാ കുട്ടികളും കൂടെ പഠിക്കുന്നവരെല്ലാവരും ഇന്ത്യൻസ് ആണോ? ഇന്ത്യൻസ് തന്നെ, ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പാസ്സായി നേരെ മദ്രാസിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു. മദ്രാസിൽ ചെന്ന് ജോലി ചെയ്തു. അവിടെ നിന്ന് നേരെ ആഗ്രയിൽ നിന്ന് ഡൽഹി, തിരിച്ച് ആഗ്രയിൽ, ആഗ്രയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഡൽഹി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ബോംബെക്ക് ട്രാൻസ്ഫറായി ബോംബെയിൽ വന്നു. അപ്പോൾ എയർഫോഴ്സിലായിരുന്ന സമയത്ത് ഈ യുദ്ധത്തിനൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടോ? യുദ്ധം നടക്കുകയാണ്. അതപ്പോൾ യുദ്ധകളത്തിലേക്ക് എയർഫോഴ്സുകാർക്ക് ഈ ആയുധമെടുത്ത് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഫൈറ്റ് ചെയ്യുന്ന പൈലറ്റ്സാണ്. എയർ വാറാണ് എയർഫോഴ്സിൻ്റേത്, ഗ്രൗണ്ട് വാർ ആർമിയുടെ, സീ വാർ നേവിയുടെ ആളുകളുടെ. അപ്പോൾ എയർഫോഴ്സുകാർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വിമാനം പറത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാം. ആ സമയത്ത് ഗ്രൗണ്ടിൽ നമ്മളെ എതിർക്കുന്ന ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തോക്കെടുക്കും. അല്ലാതെ ഈ ആർമിയെപ്പോലെ നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്യുന്ന പാടില്ല. അങ്ങനെയാണ് ഞാൻ എയർഫോഴ്സിൽ കഴിഞ്ഞത്. എയർഫോഴ്സിൽ ബോംബെയിലായിരിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ഈ സമയത്ത് വിദ്യാഭ്യാസപരമായിട്ട് ബ്രിട്ടീഷുകാർ വളരെയധികം സഹായിച്ചു എന്നുള്ളതാണ്. SSLC പാസ്സാകാതെ പോയ എനിക്ക് മദ്രാസ് വെച്ച് സ്കൂളിൽ തന്നെ ട്രെയിനിങ് തന്നിട്ട് അവരതിനുള്ള സംവിധാനം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഗവൺമെൻറ് പരീക്ഷ, മദ്രാസ് ഗവൺമെൻറ് പരീക്ഷ എഴുതാൻ വിട്ടു. പരീക്ഷ എഴുതി മെട്രിക്കുലേഷൻ പാസ്സായി. കുറേ കഴിഞ്ഞപ്പോൾ ഇക്വലൻറ്റ് ടു ഡിഗ്രി എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തന്നവർ. അത് വെച്ചിട്ടാണ് ഞാൻ സ്കൂളിലൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ ഡിഗ്രി ഉണ്ടോയെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കിപ്പോൾ ഡിഗ്രി ഇല്ല,
പക്ഷെ ഡിഗ്രിക്ക് തുല്യം. അതുപോലെ തന്നെ ഒരു കോഴ്സുണ്ട്, B.Ed കോഴ്സ് അവിടെ എടുക്കുന്നുണ്ട്. അതിന് മെത്തേഡ് കോഴ്സ് എന്നാണ് പറയുന്നത്. അത് B.Edൻ്റെ ക്ലാസ്. അങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടിയാണ് അവർ തന്നെ, കേന്ദ്ര ഗവൺമെൻറ് തന്നെ നമ്പർ 2 ഗ്രൗണ്ട് ട്രെയിനിങ് സ്കൂൾ മദ്രാസ് അവിടേക്ക് ഇൻസ്ട്രക്ടറായിട്ട് അയച്ചു. അവിടെ ജോലി ചെയ്തു. അവിടെ നിന്ന് വീണ്ടും ബോംബെയിലേക്ക് പോയി. ബോംബെയിലെ നമ്പർ 1 എയർ സ്ക്വാഡ്രൺ NCC, അതിൻ്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡായിട്ടാണ്. അതിൻ്റെ മേളിൽ ഓഫീസർ കമാൻഡിങ് എന്ന് പറയുന്ന പൈലറ്റാണ്. അദ്ദേഹത്തിന് വരാനൊക്കില്ല, എപ്പോഴും ഫ്ലൈയിങ് ജോബ് ഇതായിരുന്നു. അപ്പോൾ യൂണിറ്റൊക്കെ നടത്തുന്നത് ഞാൻ തന്നെ. 1000 കുട്ടികളുണ്ടായിരുന്നു, അതിൻ്റെ ചാർജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്ത് ഐ കെയിം ഹോം. അത് ഏത് വർഷത്തിലാണ് ഈ റിട്ടയർ ചെയ്യുന്നത്? റിട്ടയർ ചെയ്യുന്ന വർഷം? 20 വർഷം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഏത് വർഷത്തിലാണ് റിട്ടയർ ചെയ്തത്? റിട്ടയർ ചെയ്തത് 1964. 1964 വരെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെ പലയിടത്തായിട്ട് ചുരുക്കി പറഞ്ഞതാണ്. 64 സമയത്തൊന്നും വിവാഹം കഴിച്ചിട്ടില്ല? വിവാഹം കഴിച്ചു. അതായത് 1954 വിവാഹം കഴിച്ചു. ഇപ്പോൾ ബോംബെയിലൊക്കെ ജോലിയിലുള്ളപ്പോൾ തന്നെയാണ് കഴിക്കുന്നത്. ബോംബെ താമസിക്കുമ്പോൾ ഭാര്യയും 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 3 പേര്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ 3 കുഞ്ഞുങ്ങളും ഭാര്യയും, ഞങ്ങളൊരു കുടുംബമായിട്ടാണ് തിരിച്ചു വന്നത്. പക്ഷെ തിരിച്ചു വന്ന സമയം ഏത് നാട്ടുകാരിയാണ്? ഇവിടെ ഓതറ, തിരുവല്ലയില. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആകെ വിഷമത്തിലായി. പെൻഷൻ കിട്ടാതായി. പെൻഷൻ കിട്ടാൻ സമയമായില്ല. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞൊരു എമൗണ്ട് കിട്ടേണ്ടത് അതും കിട്ടിയില്ല. വല്ലാത്ത വിഷമത്തിലായി കുറേ നാൾ. ആയിരുന്നപ്പോൾ ഞാൻ നേരെ ഒരു കത്തെഴുതി അന്നത്തെ പ്രധാനമന്ത്രിക്ക്. ഞാൻ ഇന്നതുപോലെ ആഫ്റ്റർ സെർവിങ് ഫോർ സോ മെനി ഇയേഴ്സ് ഐ എം സ്റ്റാർവിങ് വിത്ത് മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടൊരു കത്തെഴുതി. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കത്ത് കിട്ടിയ പെട്ടെന്ന് ഗ്രാറ്റുവിറ്റി വന്നു. ഒരാഴ്ചയ്ക്ക് അമ്പണം വന്നു. അതിന് ശേഷം യു വെർ ക്വൈറ്റ് ഹാപ്പി. അങ്ങനെയാണ് മുമ്പോട്ട് പോയത്. ആ സമയത്ത് വിശ്വാസപരമായിട്ട് യാതൊരു വിശ്വാസവും ഇല്ല. കംപ്ലീറ്റ്ലി ഡാർക്ക്. ഐ വാസ് ആൻ എത്തീസ്റ്റ്. അതായത് ആർമിയിലുള്ള ജീവിത കാലയളവുകളിൽ ഒന്നും ദൈവത്തെ അറിയുവാൻ അവസരമില്ല. പള്ളിയില്ല. പിന്നെ എയർഫോഴ്സുകാർക്ക്, ബ്രിട്ടീഷുകാർക്ക് അവരുടെ ക്യാമ്പിൽ തന്നെ ചാപ്പലുണ്ട്, അവിടെ പോകുമായിരുന്നു. ക്രിസ്ത്യൻ ചാപ്പലാണോ? ക്രിസ്ത്യൻ ചാപ്പൽ. പിന്നെ ബോംബെ വെച്ച് ഞാൻ ഈ റോമൻ കത്തോലിക്ക സഭയിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പള്ളിയിൽ പോയാൽ മതി എന്നുള്ളതാണ്. കാരണം ബൈബിളൊന്നും അറിഞ്ഞുകൂടല്ലോ, വിശ്വാസപരമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ആ സാഹചര്യത്തിൽ നിന്നാണ് തിരിച്ച് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസം ഇല്ല പരിപൂർണ്ണം. പള്ളിയിൽ പോകുന്നുണ്ട്, ഞായറാഴ്ച പള്ളിയിൽ പോകും, പിറ്റേ ദിവസം ദൈവമില്ല എന്ന് പഠിപ്പിക്കും. അങ്ങനെയാണ് കഴിഞ്ഞത്. അപ്പോൾ ഒരു തനി നിരീശ്വരവാദി ആയിരുന്നെങ്കിലും പള്ളിയിൽ അംഗമായിരുന്നു. ആ പള്ളിയുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതായത് ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ടാണോ വരുന്നത്? റിട്ടയർ ചെയ്തു ആഫ്റ്റർ 20 years. 20 വർഷം സർവീസ് ഉണ്ട്. 20 വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റിലാണ്, ഓൺ കംപ്ലീഷൻ ഓഫ് റിട്ടയർമെൻറ്റ് സർവീസ്. അങ്ങനെ ഇവിടെ വന്നിട്ട് ആണ് ഞാൻ ഈ സാഹചര്യത്തിലേക്ക്, ഒരു നിരീശ്വരവാദി എന്ന സാഹചര്യത്തിലേക്ക് സാവകാശമായിട്ട് എഴുതി മാറിയത്. അങ്ങനെ ഞാൻ പരിപൂർണമായിട്ടൊരു നിരീശ്വരവാദിയായി. കുടുംബത്തിലെ മറ്റുള്ളവരുടെ വിശ്വാസം, അതായത് ഭാര്യ, മക്കൾ, ഇവർക്കൊക്കെ ദൈവവിശ്വാസം ഉണ്ടായിരുന്നു? അവരൊക്കെ പള്ളിയിൽ പോകുന്നവർ. അവരും അപ്പച്ചനെ പോലെ നിരീശ്വരവാദികളായിരുന്നു? ഇല്ല. അവരൊക്കെ പള്ളിയിൽ പോകും, ഒരു വിശ്വാസമുള്ളവരാണ്, പ്രാർത്ഥിക്കും, പാടും ഒക്കെ ചെയ്ത്. ഞാൻ മാത്രം ഒന്നും ചെയ്യില്ല. അവർ അത് ചെയ്യുന്നതിന് എനിക്ക് തടസ്സമില്ല. അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പായിപ്പാട്ട് ട്യൂട്ടർ കോളേജ് ആരംഭിച്ചത്. ധാരാളം കുട്ടികളുണ്ടായിരുന്നു, 200-300 കുട്ടികളുള്ള കോളേജ്. ഏത് വർഷത്തിലായിരുന്നു ആരംഭിച്ചത്? 1965 പിറ്റേ വർഷം തന്നെ ആരംഭിച്ചു. അപ്പോൾ അതിനുശേഷം നല്ല ഭംഗിയായിട്ട് പോയൊരു കോളേജായിരുന്നു. ഞാൻ കോളേജിലേക്ക് വരുന്നത് പിന്നെ സൈക്കിള് മോട്ടോർ ബൈക്കൊന്നുമല്ല, സൈക്കിളാണ്. പഴമ്പള്ളി എന്ന് പറഞ്ഞാൽ താമസിച്ച സ്ഥലത്ത് നിന്ന് ഈ സൈക്കിളിൽ പായ്പാടിന് വരും. അങ്ങനെ വരുന്ന സമയത്ത് ആഞ്ഞിലിത്താനം, ഇന്ന് നമ്മുടെ പള്ളിയിരിക്കുന്ന സ്ഥലത്ത്
ഒരു ഷെഡാണ്, ഓല കെട്ടിയ ഷെഡാണ്. ശരി. ആ ഷെഡിൻ്റെ മുമ്പിൽ ധാരാളം പേര് കൂടുന്നൊരു യോഗം നടക്കുവാണ്. നിരീശ്വരവാദിയായ എനിക്ക് ആ യോഗം എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒരു താല്പര്യം തോന്നില്ല. പക്ഷെ ഞാൻ എന്നും അവരെ കാണും. എന്നെ അവിടെ ആകർഷിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് ക്ലീൻ പീപ്പിൾ. മറ്റെങ്ങും കാണാത്ത വിധം വളരെ വൃത്തിയായിട്ട് വരുന്ന മനുഷ്യർ. അത് മാത്രമല്ല, ഞാൻ അവരെ വാച്ച് ചെയ്തപ്പോൾ ദ മിങ്കിൾ വിത്ത് ഈച്ച് അതർ ഇൻ എ ഫ്രണ്ട്ലി വേ. അതാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. മറ്റെങ്ങും എനിക്ക് കിട്ടാത്ത ഒന്നാണത്. അത് കണ്ടു ഞാനങ്ങ് പോയി കാര്യമാക്കിയില്ല. യോഗം അങ്ങ് നടക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ യോഗം നടത്തിയിരുന്നത് നമ്മുടെ ജോൺ ബി തോമസ് സാറാണ്. അദ്ദേഹം മരിച്ചുപോയല്ലോ. പ്രഗത്ഭനായ ഒരു വാഗ്മിയായിരുന്നു. യോഗം നടക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്വാഡ്, ഈ സെവന്ത് അഡ്വന്റിസ്റ്റ് സഭയുടെ ഈ എഫേർട്ടിൻ്റെ സ്ക്വാഡ് ഈ ഗൃഹസന്ദർശനം നടത്തും. കുറേ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നല്ല പ്രസരിപ്പുള്ള കുറേ കുഞ്ഞുങ്ങൾ നടത്തും. ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ആ യോഗം നടത്തുന്നവരൊക്കെ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്ന് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്ലാസ് എടുത്തു. എന്നിട്ട് ഒക്കെ വിശ്വാസത്തിലൊക്കെ ഉറച്ചോ വെച്ച് തമാശയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞവർ എടുക്കുന്ന നല്ല ക്ലാസ്സൊക്കെയാണ്. അങ്ങനെ ക്ലാസ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, അവിടെ യോഗത്തിന് ചെല്ലണമെന്ന് അവർ പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, നിനക്ക് പോകണമെങ്കിൽ പോകും. അപ്പം അതുവരെ അപ്പച്ചൻ പോയിട്ടില്ല? ഞാൻ പോകില്ല. അവരുടെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യില്ല. നീ പോകണമെങ്കിൽ പൊയ്ക്കോ, കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോ, ഞാൻ കൊണ്ടുവിടാം. അതിനൊന്നും എതിർത്ത് പറഞ്ഞില്ല. അവർ യോഗത്തിന് പോയി. അവർ കുറേ നാൾ യോഗത്തിന്, ഡെയിലി യോഗമാണ്. പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ജോൺ ബി തോമസ് സാറും ടീമും കൂടെ വീട്ടിൽ കയറി വന്നു. ശരി. വീട്ടിൽ കയറി വന്നിട്ട് പറഞ്ഞു, പിന്നെ സാറിനെ ഒന്ന് കാണാൻ വന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നാട്ടെന്ന് പറഞ്ഞിരുത്തി. പറഞ്ഞു, അതിനോട് ഞങ്ങൾക്ക് സംസാരിക്കണം, ഞങ്ങളൊരു യോഗം നടത്തുന്നുണ്ട്, ആ യോഗത്തിലേക്ക് ക്ഷണിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനുമാണ്. ഞാൻ പറഞ്ഞു, സംസാരിച്ച വിരോധമൊന്നുമില്ല, യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചാൽ ഞാൻ വരുമല്ലോ. അവിടെ ഇരുന്ന് നിർബന്ധിച്ച് നമ്മൾ വിവരിച്ച് പറയണ്ടല്ലോ. അവരെടുത്ത സബ്ജക്റ്റ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നോട് പറയണ്ട, അത് നടക്കുന്ന ഒരു കാര്യമല്ല. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചതാണ്, അത് തീർന്നതാണ്. പിന്നെ അതിന് ശേഷം ജീവിക്കുമെന്നൊക്കെ എന്നോട് പറയരുത് സാറെന്നു. അതങ്ങനല്ല. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവരന്നേരം നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞാൽ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കപ്പൽ ക്ഷേത്രത്തിൽ ധാരാളം മനുഷ്യരുണ്ടായിരുന്നു. അവരെല്ലാം കടലിൽ വീണ് മരിച്ചു. ശരീരം അഴുകി അവിടുത്തെ സമുദ്രജീവികളെല്ലാം കൂടെ അത് തിന്ന് തീർത്തു. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവരിൽ എങ്ങനെ അവർ ഉയർത്തെഴുന്നേക്കുക? അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു, ഓൾറൈറ്റ്, നമുക്ക് പ്രാർത്ഥിക്കാം, നാളെ ഞങ്ങൾ വരാം, ഉത്തരം പറയാമെന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം വന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വീട്ടിൽ വന്ന് പറഞ്ഞു, സാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി മാറ്റിസം വരുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് അന്ന് ഈ ഡിവിഷൻ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ ഡിവിഷനാണ്, ഇതേപോലെ അല്ല. എൽഡർ മാസം വരുന്നുണ്ട്, അദ്ദേഹം മറുപടി പറയാമെന്ന് പറഞ്ഞു. പക്ഷേ യോഗത്തിന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വരാം, അദ്ദേഹം മറുപടി പറയാൻ വരികയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. കേൾക്കാൻ വരണമല്ലോ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആ യോഗത്തിന് പോയി. യോഗം കഴിഞ്ഞ് നല്ല അദ്ദേഹം പ്രസംഗിച്ച ഞാൻ ഇന്നും ഓർക്കുന്നു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ മാത്സം വന്നിട്ട് കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ടങ്ങ് പോയി. രാത്രിയാണ് കൊണ്ടുവന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ കറണ്ട് അങ്ങ് പോയി. ഞങ്ങൾ രണ്ടുപേരും തന്നെയായി. അവിടെ ഇരുന്ന് ടോർച്ച് ലൈറ്റ് തെളിച്ച ബൈബിൾ എടുത്തിട്ട് വായിച്ചിട്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് പറയാണ്. ഞാൻ സാഹിബിനോട് പറഞ്ഞു, സാർ, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്, ഐ ക്യാൻറ്റ് അക്സെപ്റ്റ് ഇറ്റ് ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. അപ്പോൾ അയാൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ ചോദിച്ചു, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ മാൻ ഇഫ് ഹി ഈസ് ഡെഡ് ഹിസ് ബോഡി വിൽ ബി ഡീക്കേഡ്?
How can he get himself back? Well, it's not like that. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അഴുകുമെന്നുള്ള ശരിയാണ്, പക്ഷേ ആറ്റം നശിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞ പിന്നെ ശരീരത്തിലെ ആറ്റം ഒരിക്കലും നശിക്കുന്നില്ല, നശിപ്പിച്ചെങ്കിലേ നശിക്കുകയുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ സ്റ്റേ. ആ ആറ്റത്തിൽ നിന്ന് ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ ജനിച്ചു വരാൻ സാധ്യമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് എടുത്തു ചോദിച്ചു, വേർ യു ബിഫോർ യു ആർ ബോൺ? നീ ജനിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഉത്തരം മുട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞത്, യു ആർ എ ഡസ്റ്റ്, ആൻഡ് ഫ്രം ദ ഡസ്റ്റ്, ആ ഡസ്റ്റിൽ നിന്ന് നിങ്ങളെപ്പോലെ ഒരു വ്യക്തിക്ക് രൂപം കൊടുക്കാൻ സാധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇപ്പോൾ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞ ദൈവം അല്ല, ഇറ്റ്സ് എ പവർ ബിഹൈൻഡ് ഇറ്റ്. ഇറ്റ്സ് ഓൺലി എ പവർ. ആൻഡ് യു ബിലീവ് ഇൻ ദാറ്റ് പവർ? ഞാൻ പറഞ്ഞു യെസ്. ദാറ്റ്സ് ഗോഡ്സ് പവർ. പറഞ്ഞു യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ക്ലോണിങ്. ക്ലോണിങ്ങിനെ എനിക്കറിയാം. അവൻ പറഞ്ഞു, ചെറിയ ഒരു ഡസ്റ്റിൽ നിന്ന് നിങ്ങളെപ്പോലെ ഒരു വ്യക്തിക്ക് രൂപം കൊടുക്കാൻ, ഒരു കുഞ്ഞായിരിക്കുന്ന കുഞ്ഞിന് രൂപം കൊടുക്കാൻ, കൈയും കാലും കണ്ണും മൂക്കും വെച്ചൊരു കുഞ്ഞിന് രൂപം കൊടുക്കാൻ ദൈവത്തിന് 10 മാസം എടുത്തു. 10 മാസം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞ് പറഞ്ഞു, എവിടെ നിന്നാണെന്നറിയാവോ? ആ ചെറിയ ഡസ്റ്റിൽ നിന്ന്. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ വെൻ ക്രൈസ്റ്റ് കംസ് ബാക്ക്, യു ക്യാൻ ബി റിസറക്റ്റഡ് ഫ്രം ദാറ്റ് molecule or a small atom into a human being. It's quite possible. Don't say it is impossible. ഞാൻ ഇരുന്നു പോയി, ഒന്നും പറയാൻ വയ്യാതെ. അതുകൊണ്ട് അത് സാധ്യമാണ്. കടലിൽ വീണ മനുഷ്യർ ആ ആറ്റം അവിടെ കാണും. മത്സ്യം കഴിച്ചാലും അവിടെ കാണും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, കാഹളനാദം കേൾക്കുമ്പോൾ ആ ആറ്റത്തിൽ നിന്ന് മനുഷ്യന് രൂപം കൊടുക്കാനുള്ള ശക്തി അതിൻ്റെ പിന്നിലുണ്ട്. ദൈവത്തിന് എല്ലാവരെ കുറിച്ചുമുള്ള ഓർമ്മയുണ്ട്. അതെ, ദൈവത്തിന് ഇപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം സകലത്തെയും ഉളവാക്കിയത്, അല്ലേ? അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവത്തിന് സകലത്തെയും ഉളവാക്കാമെങ്കിൽ മനുഷ്യന്റെ റിമൈൻസ് വേണമെന്നില്ല ദൈവത്തിന് ഒരാളെ ഉയർപ്പിക്കാൻ. ഓർമ്മ മതി. ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യനെ ഉളവാക്കിയെന്ന് പറയുമ്പോൾ നിരീശ്വരവാദികൾ പറയും, ഒന്നുമില്ലായ്മയിൽ നിന്നുകൊണ്ട് നത്തിങ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം നത്തിങ് എന്നുള്ള വാദഗതി. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം സകലത്തെ ഉളവാക്കി. മനുഷ്യനെ പൊടിയിൽ നിന്നും ഉളവാക്കി. ദൈവത്തിന് അവരെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്. അവര് എവിടെ മരിച്ചാലും, സമുദ്രത്തിലാകട്ടെ, തീയാൽ വെന്ത് മരിച്ചു, എല്ലാം നശിച്ചു. അങ്ങനെ അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ മറുപടി ഇല്ലാതായി, എനിക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നാളെ യോഗത്തിന് വരണം കേട്ടോ. വരാം. പിറ്റേ ദിവസം മുതൽ യോഗത്തിന് പോയി. അങ്ങനെയാണ് ഞാൻ സ്നാനമേറ്റത്. 1965 സ്നാനമേറ്റത് ഇവിടെ വയറ്റാടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഭാര്യയും മക്കളൊക്കെ ആ സമയത്ത്, ഭാര്യയും മക്കളൊന്നും കൂടെ വരുമായിരുന്നു. അപ്പോൾ അവർ യോഗത്തിന് പോകുന്ന സമയത്ത്, ഞാൻ പോകാതിരുന്ന സമയത്ത് ഞാൻ അവരെ കൊണ്ട് വിടുമായിരുന്നു. അവരെ അതിന് ഉത്സാഹപ്പെടുത്തിയില്ല, കാരണം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളല്ലേ. അങ്ങനെ ഒടുവിൽ സ്നാനമേൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് എ സ്പെഷ്യൽ പ്ലഷർ ടു ബാപ്റ്റൈസ് ബ്രദർ സാമുവൽ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിരീശ്വരവാദിയാണ് പിന്നെ സ്നാനപ്പെടുത്തുന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ അഡ്വൻറ്റിസ്റ്റുകാരനായിട്ട് മാറി. അതിന് ശേഷം അഡ്വൻറ്റിസ്റ്റ് സഭയിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ പറയേണ്ട സാഹചര്യമല്ല. ഇത്രയും സമയം ഭാര്യയും മക്കളും ഒക്കെ പിന്നീട് എപ്പോഴാണ് വിശ്വാസം സ്വീകരിക്കുന്നത്? അവർ അന്ന് തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ബാപ്റ്റിസ്റ്റ് ആയത്. ഞാൻ എൻ്റെ ഭാര്യ സ്നാനപ്പെടുന്നത് ആഞ്ഞിലിത്താണ് വിശ്വാസം. അന്ന് ബാപ്റ്റിസ്റ്റ് ആകാൻ ഞാനും ഭാര്യയും ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ളൂ. മറ്റേ കുഞ്ഞുങ്ങളായിരുന്നു. പിന്നെ അവർ വളർന്നു വന്നപ്പോൾ അവരുമായി അങ്ങനെയാണ് ഞങ്ങൾ കുടുംബമായിട്ട് അഡ്വൻറ്റിസ്റ്റുകാരായത്. ആഞ്ഞിലിത്താനത്ത് ധാരാളം പേര് സ്നാനപ്പെട്ടു, അപ്പച്ചനെ കൂടാതെ ഉണ്ടായിരുന്നു. ആ പള്ളി നിറച്ചാളുണ്ടായിരുന്നു.
അവരെല്ലാം ഓരോരുത്തരായിട്ട് പോയി. ഞാൻ ഇന്നും വയസ്സനായിട്ട് അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 925 ജനിച്ച് ആ ദിവസം മുതൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ്? 965 സത്യം സ്വീകരിച്ച് സത്യം ബോധ്യപ്പെട്ട് സ്നാനപ്പെട്ടതുവരെയുള്ള കഥകളാണ് നാം ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇനിയും ധാരാളമുണ്ട്. അതൊക്കെ നാം കേൾക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു എഴുത്തുകാരൻ, നല്ലൊരു വാഗ്മി, നല്ലൊരു പ്രാസംഗികൻ, നല്ലൊരു വേദ പണ്ഡിതൻ, അങ്ങനെ നല്ലൊരു ഭാഷാ പണ്ഡിതൻ, ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് പങ്കുവയ്ക്കുവാൻ തീർച്ചയായിട്ടുമുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ കൂടുതൽ അനുഭവങ്ങളിലേക്ക് നമുക്ക് ഏവർക്കും പ്രവേശിക്കാം. അതുവരെ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും കാവൽ ചെയ്യട്ടെ. ആമേൻ.